Let's discuss the next one. All red triangles in the picture are equilateral. What is the ratio of the sides of the outer and the inner squares? You can see a picture with some red and yellow triangles which forms a square outside and there is a small square inside. And one thing is given is that all the red triangles are equilateral. We need to find the ratio of the sides of the outer and inner squares. നിങ്ങൾ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ നമുക്ക് ആദ്യം ഔട്ടർ സ്ക്വയറിനെ കുറിച്ച് ആലോചിക്കാം. ഔട്ടർ സ്ക്വയർ നമുക്ക് വേണ്ടത് എന്താ? ഔട്ടർ സ്ക്വയറിന്റെയും ഇന്നർ സ്ക്വയറിന്റെയും സൈഡ്സിന്റെ റേഷ്യോ വേണം. അപ്പൊ ആദ്യം സൈഡ്സ് വേണമല്ലോ, വേണം. ആദ്യം ഔട്ടറിലേക്ക് ഒന്ന് വന്നേ. ഔട്ടറിന്റെ സൈഡ്സ് എന്ന് പറയുമ്പം ഈ ലെങ്ത് ആണല്ലോ, ഇവിടെ മുതൽ ഇവിടം വരെ. അതിൽ തന്നെ ഇത്രയും ഭാഗം എന്ന് പറയുന്ന ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡാണ്. ബാക്കി മിച്ചമുള്ള ഇത്രയും ഭാഗം കൂടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് പുറത്തെ സ്ക്വയറിന്റെ ഔട്ടർ സ്ക്വയറിന്റെ സൈഡ് കിട്ടും അല്ലെ? ഇന്നർ സ്ക്വയറിലേക്ക് വരാൻ വേണ്ടിയോ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇന്നർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ലെങ്തും ഈ സ്ക്വയറിന്റെ ലെങ്തും കൂടെ കൂടി ചേരുന്നതല്ലേ ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് ലെങ്ത് അങ്ങ് കുറച്ചാൽ ബാക്കി സ്ക്വയറിന്റെ സൈഡ് കിട്ടത്തില്ലേ? കിട്ടും. പക്ഷെ ഇവിടെ എല്ലാം നമ്മുടെ പ്രശ്നം എന്താ? ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് അറിയത്തില്ല, ആ താഴത്തെ ആ റെഡ് ട്രയാങ്കിളിന്റെ യെല്ലോ ട്രയാങ്കിളിന്റെ സൈഡും അറിയത്തില്ല. അപ്പൊ അത് രണ്ടും ഒന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതിന്റെ സൈഡ് കണ്ടുപിടിക്കാം. ദെൻ വി ക്യാൻ ഫൈൻഡ് ദ റേഷ്യോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഈ ഒരു പിക്ചർ മറ്റേ പിക്ചർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. ആദ്യം ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ വലിയ പിക്ചറിൽ, ശരിക്കുള്ള പിക്ചറിൽ ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് രണ്ടാമത്തെ പിക്ചർ. അതാണ് വ്യത്യാസം. കാരണം കുറച്ചും കൂടെ സൂം ചെയ്ത് കാണാനായിട്ട് നമുക്ക് കാൽക്കുലേഷൻ കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ എം ടേക്കിംഗ് ദ നെയിം ഓഫ് ദ യെല്ലോ ട്രയാങ്കിൾ ആസ് ABC ആൻഡ് P so that the red triangle becomes BCP. Okay. And let's take, നമുക്കിപ്പം ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് അറിയത്തില്ലല്ലോ. അപ്പൊ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കയറി X എന്നോ A എന്നോ ഒക്കെ വിളിക്കുവാണ്. So let's take the side of equilateral triangle as A. അപ്പൊ AB എന്ന് പറയുന്നതും A ആയിരിക്കും, BC എന്ന് പറയുന്നതും A ആയിരിക്കും അല്ലേ? So let the length of one side of the red triangle be A. അടുത്തത് ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യാം. അതിൽ നമുക്കിപ്പോ എന്താ AC ആണല്ലോ വേണ്ടത്. അതെ. അപ്പൊ അതിനിപ്പോ നമുക്കൊരു സാഹചര്യം ഇല്ലാത്തത് നമ്മൾ ചെറിയൊരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോവാണ്. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒന്നുമില്ല, നമ്മളൊരു ഹൈറ്റ് വരയ്ക്കുന്നു അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് പറഞ്ഞേ? ഫ്രം B to AC. So now altitude is drawn from B to AC as this and we name this as D. Altitude ആയതുകൊണ്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലൈൻ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കും ആണല്ലോ. ഓക്കെ. Now you got two triangles and which are they? Correct. ABD and triangle BCD. Both are right triangles. Now consider triangle BCD and tell me each of the angle. Angle BDC. Angle BDC എവിടാ? correct. 90 ഡിഗ്രി മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് എത്രയാണെന്നറിയാം? 90 ഡിഗ്രി എന്നറിയാം. കാരണം നമ്മൾ വരച്ചിരിക്കുന്നത് പെർപെൻഡിക്കുലർ ആണ് or altitude ആണ്. So BD is perpendicular to AC. That we know. So we got angle BDC as 90 degree. Now let's think of other angles. Do you have any idea on how to find the other angles? No, isn't it? So, okay, I will give you a clue. What is the peculiarity of ABP? Look at the figure and tell me. ABP is a correct. It's a straight line. Very good. So, as it is a straight line, what can you say about the angle? In particular, what can you say about angle ABC and angle CBP? Once again, I am repeating. ABC and BCP. What is the peculiarity? Correct. Angle ABC plus angle CBP will be 180 degree, isn't it? Straight lines, and so this will be a linear pair. And
What will be angle CBP? Do you have any idea? Look at the CBP. CBP is an angle of the red triangle, and the red triangle is an equilateral triangle, and each angle of equilateral triangle is correct 60 degree. So what will be angle CBP? 60 degree, and the reason is each angle in equilateral triangle is 60 degree. And so how will you find angle ABC? Correct, 180 degree minus this angle CBP, or angle ABC plus 60 degree gives 180 degree. So ABC becomes 180 degree minus 60, that is 120 degree, isn't it? So you got angle ABC, the angle, this angle as 120 degree, this full angle. And now my question is, what is BD? BD is the altitude or perpendicular line. So what is the speciality of angle ABD and triangle and angle DBC? Look at the angle very carefully. Angle ABD and angle DBC. These must be equal, isn't it? കാരണം അത് perpendicular line ആണ്, അല്ലെങ്കിൽ altitude ആണ്. അത് ഉറപ്പായിട്ട് അപ്പോൾ ആംഗിൾ രണ്ട് ഈക്വൽ പാർട്ടായിട്ടായിരിക്കും കട്ട് ചെയ്യുക, ആണല്ലോ. അപ്പോൾ ആംഗിൾ ABD എന്ന് പറയുന്നതും ആംഗിൾ DBC എന്ന് പറയുന്നതും എത്ര വെച്ചാ വരുന്നത്? കറക്റ്റ്, 120യുടെ പകുതി 60 വെച്ചായിരിക്കും വരുന്നത്, അല്ലേ? അപ്പം നോക്കിയാൽ നമുക്കിപ്പം ട്രയാങ്കിൾ BDCയിലേക്ക് നോക്കിയാൽ എന്തൊക്കെയുണ്ട്? ആംഗിൾ D 90 ഡിഗ്രി എന്നുണ്ട്. ഇപ്പം നമുക്ക് ആംഗിൾ DBC എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്ന് കിട്ടി, ആണല്ലോ. അതെ, ഇനി മിച്ചമുള്ള മൂന്നാമത്തെ ആംഗിൾ ഏതാ? ആംഗിൾ C. ഞാൻ അതിന് ആംഗിൾ C എന്നൊക്കെ പേര് കൊടുത്തു. സോ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാം? കറക്റ്റ്, ട്രയാങ്കിൾ ആണ്. ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ച് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. സോ ബൈ ആംഗിൾ സം പ്രോപ്പർട്ടി, ആംഗിൾ BDC plus angle DBC plus angle DCB is equal to 180 degree. DCB എന്ന് മനസ്സിലായാലോ ഏത് ആംഗിൾ DCB എന്ന്, അല്ലെങ്കിൽ ആംഗിൾ C എന്ന് കൊടുത്താലും തെറ്റൊന്നുമില്ല. And substitute the values you know. Angle BDC is 90 degree, angle DBC is 60 degree, and angle DCB is, we don't know, which is equal to 180 degree. And 150 plus angle DCB gives 180 degree. So what will be angle DCB? Correct, 180 degree minus 150 degree, and that is 30 degree. So angle DCB, we got this as, so we got all the angles in triangle BDC as, this is 90 degree, and what about this angle? Correct, 60 degree, and this is 30 degree. And we can say that triangle BDC is a triangle with angles 30 degree, 60 degree and 90 degree. And you have already learned what is the speciality of the sides opposite to these angles. Correct. The sides will be in the ratio 1:√3:2, isn't it? That is 30 degree, 60 degree, 90 degree angle. Then the corresponding sides or the sides opposite to each of this will be 1:√3:2 format. ഇനി പറഞ്ഞേ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയി കിടക്കുന്ന സൈഡ് ഏതാ? BD. Correct. What about 60 degree? The side opposite to 60 degree is DC. What about 90 degree? BC. So this is the side. ഇനി ഇവിടെ കുറച്ച് കാൽക്കുലേഷൻ വരുന്നത് നിങ്ങൾ നോക്കിയേ. ഇതിൽ ഏതെങ്കിലും സൈഡ് നിങ്ങൾക്ക് അറിയാമോ? BDയോ CDയോ BCയോ ഏതെങ്കിലും അറിയാമോ? അറിയാം അല്ലേ? BC എന്ന് പറയുന്ന A ആണെന്നറിയാം, പക്ഷെ ബാക്കി സൈഡുകളൊന്നും അറിയത്തില്ല. ഇനി എൻ്റെ ചോദ്യം, ഈ 2 എങ്ങനെയാണ് A ആവുന്നത്? ഡു യു ഹാവ് എനി ഐഡിയ? ഇത് നമ്മൾ √3 ചെയ്തില്ലേ? √3 കണക്ക് ഓർക്കുന്നുണ്ട്? അതേപോലെ തന്നെ ഒരു കണക്കാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആ 2ന്റെ പ്ലേസിൽ 1 ആക്കുക. എങ്ങനെ 2നെ 1 ആക്കുക? ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി അല്ലേ? പക്ഷെ അത് 2നെ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്താൽ മതിയോ? അല്ല. നമ്മൾ എന്ത് ഓപ്പറേഷനോ റേഷ്യോ ചെയ്യുന്നു അതെല്ലാ റേഷ്യോയിലും എല്ലാ നമ്പറിലും ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് 2നെ 1 ആക്കണം.
സോ നമ്മൾ ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ നമ്പർ എന്ത് വരും? 1/2 എന്ന് വരും. രണ്ടാമത്തെ എന്ത് വരും? √3/2 എന്ന് വരും. മൂന്നാമത്തത് 2/2 ആ അല്ലെ? 2/2 എന്ന് പറയുമ്പോൾ 1. ഇനി പറഞ്ഞേ 1 എങ്ങനെ എ ആവുന്നത്? 1 into a അല്ലെ? സോ ബാക്കിയുള്ള റേഷ്യോസ് എങ്ങനെ ആവും? ആദ്യത്തത് 1/2 into a എന്നാകും. അടുത്തത് √3/2 into a എന്നാകും. ഇങ്ങനെയുള്ള ഈ റേഷ്യോ മാറുക. അങ്ങനെയാണെങ്കിൽ നോക്കി പറഞ്ഞ സൈഡ്സ് ഏതൊക്കെയാന്ന്. BC will be side of red triangle, isn't it? BC നോക്കിയേ, സൈഡ് ഓഫ് റെഡ് ട്രയാങ്കിൾ ആണ്, അതുകൊണ്ടാണത് A വന്നത്. ഓക്കെ, സോ വാട്ട് അബൌട്ട് CD or BC? Sorry, so BC will be A. And what about CD? CD നമ്മളിപ്പം കണ്ടുപിടിച്ചേ ഉള്ളൂ. √3/2a കണ്ടുപിടിച്ച രീതി മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാ കണ്ടുപിടിക്കുക. അതേപോലെ CDയും ADയും സെയിം അല്ലേ? കാരണം എന്താ? BD എന്ന് പറയുന്നത് നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ ആണ്. സോ അത് ബേസിന് ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം AC എന്ന് പറയുന്നത് AD + DC ആണ്. അതേപോലെ DC ADയും തുല്യവുമാണ്. ഇനി CD നമുക്ക് √3/2a കിട്ടിയത് കൊണ്ട് AD എന്ത് തന്നെയായിരിക്കും? √3/2a ആയിരിക്കും. അതൊക്കെ. ഇനി BD എത്രയാന്ന് പറഞ്ഞേ? BD നമ്മൾ കണ്ടുപിടിച്ചു, 1/2a ആണ് അല്ലേ? നമുക്കതിനെ a/2 എന്ന് എഴുതാം. അപ്പൊ നോക്കി എല്ലാം കിട്ടി. പക്ഷെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു? നമുക്ക് ആ AC കിട്ടണമായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ AC എന്ന് പറയുമ്പോൾ ഇപ്പൊ എങ്ങനെ എഴുതാം നിങ്ങൾക്ക്? AD + CD, അതായത് 2 times √3/2a അല്ലെങ്കിൽ √3/2a + √3/2a, അങ്ങനെ ചെയ്താലും പോരെ. അതല്ലെങ്കിൽ നമുക്ക് 2 times എടുത്താലും മതി. ഇനി ഇതെങ്ങനെ ക്യാൻസൽ ചെയ്യാം? 2ഉം 2ഉം കട്ട് ചെയ്തു, മിച്ചം എന്നാ ഉണ്ട്? √3a ഉണ്ട്. അപ്പൊ നോക്കിയേ, നമ്മുടെ ആ യെല്ലോ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് AC ആണ്. അത് നമുക്ക് √3a എന്ന് കിട്ടി. So AC becomes √3a. This is a very important length which we need to find the length of outer side of square. ഇനി നമുക്ക് ആദ്യത്തെ രണ്ട് പിക്ചേഴ്സ് ഒന്നുകൂടെ അനലൈസ് ചെയ്യാം. നമുക്കിപ്പം AC എന്ന് പറഞ്ഞ ലെങ്ത് എത്ര കിട്ടി? √3a എന്ന് കിട്ടി. ഇതെന്ന് പറഞ്ഞ ഈ വലിയ സ്ക്വയർ, നമ്മൾ ആദ്യത്തെ സ്ക്വയറിന്റെ ഏത് ഭാഗമായിട്ട് വരും? ഇത്രയും പോർഷൻ ആയിരുന്നു അല്ലേ നമ്മുടെ AC. ഇതാണ് നമുക്ക് √3a എന്ന് കിട്ടിയത്. ഇനി അങ്ങനെയാണ് എന്റെ ചോദ്യം, how will you find the side of the outer square? ഔട്ടർ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ AC അല്ലെങ്കിൽ ഈ √3a പ്ലസ് side of red triangle, isn't it? So we can say the length of one side of outer square will be AC plus length of one side of red triangle. ഇനി AC നമുക്കറിയാം, red triangle സൈഡ് ഏതാ? Correct, it's A, isn't it? So what we can say in together? The length of side of outer square will be √3a plus A. And again ഈ രണ്ട് ടേമിനകത്തും ആര് കോമൺ ഉണ്ട്? A കോമൺ ഉണ്ട് അല്ലെ? അപ്പൊ A കോമൺ എടുത്താൽ മിച്ചം ബ്രാക്കറ്റിനുള്ളിൽ എന്താ വരുക? √3 plus 1, isn't it? So we got A times √3 plus 1. This will be the length of one side of outer square. Now അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ഇന്നർ സ്ക്വയർ എത്രയാണ്? നന്നായിട്ട് അനലൈസ് ചെയ്തേ. ഇപ്പം ഈ താഴത്തെ ഈ ലെങ്ത് √3a ആണെങ്കിൽ ഈ ലെങ്ത് എത്രയായിരിക്കും? √3a തന്നെയായിരിക്കും അല്ലേ? ഇനി ഈ സ്ക്വയറും ഈ ട്രയാങ്കിളും കൂടെ നോക്കിയേ, ഈ ഫുൾ ലെങ്ത് അല്ലേ √3a, അതിൽ ഈ ട്രയാങ്കിളിന്റെ ലെങ്ത് എത്രയാ? a ആണ്. So now can you find the side of inner square? Yes, by doing subtraction. Which from which one? ടോട്ടൽ ലെങ്ത് ആയിട്ടുള്ള √3a നിന്നും റെഡ് ട്രയാങ്കിളിന്റെ ആ സൈഡ് കുറച്ചാൽ പോരെ, നമുക്ക് സ്ക്വയറിന്റെ സൈഡ് കിട്ടും അല്ലേ? So √3a minus a. And what is that? Again taking a outside and writing √3 minus 1 inside. We get a times √3 minus 1.
ഇപ്പൊ നോക്കിയാൽ നമുക്ക് ഔട്ടർ സ്ക്വയറിന്റെ സൈഡും കിട്ടി, ഇന്നർ സ്ക്വയറിന്റെ സൈഡും കിട്ടി. നമുക്ക് വേണ്ടത് എന്താ? റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ഔട്ടർ ആൻഡ് ഇന്നർ സ്ക്വയർ. ആ ഓർഡർ മാറരുത്. സൈഡ്സ് ഓഫ് ആദ്യം ഔട്ടർ ദെൻ ഇന്നർ, അങ്ങനെ വേണം റേഷ്യോ വരാൻ. സോ വാട്ട് ക്യാൻ യു സേ അബൌട്ട് റേഷ്യോ ഓഫ് സൈഡ്സ്? One side of outer square is to one side of inner square, isn't it? So what is one side of outer square? A times root 3 plus 1. And one side of inner square is a times root 3 minus 1. So we can cancel these two a's. So what is remaining? Root 3 plus 1 is to root 3 minus 1. So the ratio of the sides of outer and inner square is root 3 plus 1 is to root 3 minus 1. And this is the question. And I hope all of you understood this problem. These are the homework questions. All of you write it down and do it by yourself. In this class we have discussed some problems and some of them are too lengthy. So practice it well and do the homework question also. All of you go through all the operations, addition, subtraction, multiplication and division once again and get a thorough understanding well, and let's meet in the next class. Thank you.